മനജ, എന്തായാലും നമ്മുടെ ഇടതുപക്ഷ സർക്കാർ നിലപാട് മാറ്റിയിരിക്കുന്നു. ഇനി ആചാര സംരക്ഷണം ആകാം. ഏറ്റവും ഒടുക്കം ഇലക്ഷൻ ആകുമ്പോൾ നമ്മളിത് സ്വാഭാവികമായി പ്രതീക്ഷിച്ചതാണ്. അപ്പൊ പിണറായി മുട്ടുമടക്കി എന്ന് തന്നെ എഴുതാം അല്ലെ? കാര്യം 2019 അവരുടെ തന്നെ റൂളിംഗ് അവർ തന്നെ തിരുത്തുന്ന 2019 അവർ കൊടുത്ത അഫിഡവിറ്റ് അവർ മാറ്റി കൊടുക്കുക. അന്ന് സ്ത്രീ പ്രവേശനം അനുകൂലിക്കുന്നു, ഇന്ന് സ്ത്രീ പ്രവേശനം വേണ്ട. അപ്പൊ സാംസ്കാരിക നായികമാരുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് അറിയാം. അത് സാംസ്കാരിക നായികമാരുണ്ടല്ലോ, നവോത്ഥാന സമിതിയൊക്കെ അതിന് എത്ര കോടി രൂപ അതിനങ്ങ് പോയി കഴിഞ്ഞു. അതിന് പതിവ് പോലാണ്. നമ്മൾ ആഘോഷങ്ങളുടെ ഒരു സർക്കാരാണിത്. ആഘോഷിക്കുക, എല്ലാം ആഘോഷിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ആഘോഷം കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് പിന്നെ ഉത്സവം നടത്തും പോലെയുള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ അത് ചിന്തിക്കാറില്ല. എന്തായാലും 2019 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പിണറായി വിജയന്റെ പ്രസംഗം. ഈ വനിതാ മതിലിന്റെ സമാപന ദിവസം, അന്നത്തെ ദിവസം അവസാനം ഒരു പൊതുസമ്മേളനം ഉണ്ടാകും. അതിൽ ഇങ്ങനെയൊക്കെയാണ് നവോത്ഥാനം നടക്കുന്നത്, ചില ആചാരങ്ങൾ കടപുഴക്കിയാലാണ് നവോത്ഥാനം നടക്കുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആചാരം കടപുഴക്കാൻ പോയതിന്റെ പരിണിത ഫലം തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കിട്ടി. അതിന് തുടർച്ചയായിട്ട് വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നും കിട്ടിയതോടുകൂടി എന്തായാലും ഇനി കളം മാറ്റി ചവിട്ടിയേ പറ്റുകയുള്ളൂ. മാത്രമല്ല NSSന്റെ വലിയൊരു പ്രഷർ ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. സാമുദായിക സംഘടന ആഗോള അയ്യപ്പ സംഗമം വിളിച്ച് ഇവർ നേരത്തെ ഉറപ്പാക്കിയതാണ്. ഇതിൽ വേറെ വലിയ കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടല്ലോ, ഇവർ തീർച്ചയായിട്ടും ജ്യോത്സ്യന്മാരെ കണ്ടാണ്. ജ്യോത്സ്യനെ ഇതുപോലെയുള്ള മറ്റേ ദൈവങ്ങളൊക്കെ പോയി കണ്ടാണ്. ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ കാര്യം ഇവർക്ക് എല്ലാവരും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജ്യോത്സ്യന്മാരെ പറഞ്ഞാണ്, ജ്യോത്സ്യൻ എല്ലാത്തിനും പരിഹാരമുള്ള ജ്യോത്സ്യന്മാരുണ്ടോ. അപ്പൊ ഈ ജ്യോത്സ്യം അറിയാതുള്ള പരിഹാരം പറയില്ലെന്നാണ് കേട്ടുള്ളത്. അല്ലാത്തവൻ പറയും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി, അങ്ങനെ അയ്യപ്പ സംഗമം നടത്തി മറുനാടന്റെ ബിഗ് എക്സ്ക്ലൂസീവ് സാറ് ചെയ്തൊരു വീഡിയോ. അവിടെ എന്ത് ചെയ്താലാണ് സമാധാനം ഉണ്ടാകുന്ന പറഞ്ഞ് അന്നദാനം നടത്തണം. അതിന്റെ ഭാഗമായി എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ പൊട്ടിച്ചു. അതിന് മുൻപ് ആചാരം സംരക്ഷിക്കാതിരിക്കാൻ വേണ്ടി കോടികൾ പൊട്ടിച്ചു. അന്ന് ഈ വനിതാമതിലിന് പുറത്തിറങ്ങി കൈയും പിടിച്ച് പ്രതിജ്ഞയെടുത്ത സ്ത്രീകളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അവർ സ്വാഭാവികം, അവർ ഇടതുപക്ഷ സാംസ്കാരിക നായികമാരെപ്പോഴും അങ്ങനെ. അവരെ കുറിച്ച് നമ്മൾ എന്താ കെട്ടിലമ്മ കമ്മ്യൂണിസ്റ്റുകാരാണെന്നൊക്കെ ചിലരാർക്ക് വിളിക്കും. ചില കെട്ടിലമ്മമാരാണ്. കാരണം വെച്ചാൽ ഇവർ പരസ്യമായ യുക്തിയൊക്കെ പറയുക രഹസ്യമായിട്ട് അമ്പലത്തിൽ പോവുകയും ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും സ്വന്തം പേരിനോട് നിർബന്ധമായും ജാതിവാലി ചേർക്കിച്ച് അതിൽ അഭിനയിക്കുകയും ചെയ്യുന്നവരാണ് പല ഈ ഇടതുപക്ഷ ഈ വനിതാ സഹയാത്രയായിട്ട് പലരും. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സന്തോഷമുള്ളത്, അന്നും ഇന്നും എനിക്കൊരു നിലപാടാണുള്ളത്. അന്ന് നമ്മളോടൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചു എന്താണ് മനുജയുടെ അഭിപ്രായം, എന്താണ് സ്ത്രീകൾ ശബരിമല. പല ആളുകളും അതിനെ വലിയ വിപ്ലവമായി കണ്ട ഒരാളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് സ്ത്രീകൾ ശബരിമലയിലേക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല, താല്പര്യവുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം അന്ധവിശ്വാസങ്ങൾ ഗണത്തിൽപ്പെടുന്ന ഞാനൊരു നിരീശ്വരവാദിയാണ്. അപ്പോൾ സ്ത്രീകൾ പോയാൽ അത് ഇരട്ടിക്കും എന്നതിനേക്കാൾ ഉപരിയായി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് സ്ത്രീകൾ ശബരിമലയിൽ കയറണ്ട പിന്നല്ലാതെ. അല്ല ഞാൻ പറയണത് ഈ ആചാരം നമ്മളെല്ലാം ഉണ്ടാക്കി പണ്ടേ ഉള്ളതാണ്. ആചാരം അതാണെങ്കിൽ ആചാരം നടക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ അമ്പലത്തിനൊന്നും ആവശ്യമില്ല. അമ്പലം പള്ളി അവിടെ അമ്പലവും പള്ളിയും മോസ്കോ എല്ലാം പ്രവർത്തിക്കുന്നത് ചില ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആചാരം നമ്മൾ ലംഘിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവരെന്തായിരിക്കും താത്വികമായ ഒരു വിശദീകരണം കൊടുക്കുന്നത്? താത്വിക വിശദീകരണം ഉറപ്പാണ്. അത് ഗോവിന്ദ മാഷ് ഇന്ന് വൈകുന്നേരത്ത് മിക്കവാറും ഒരു താത്വിക വിശദീകരണം എനിക്ക് തോന്നുന്നത്. ഇത് പറയാൻ സാധ്യതയുള്ളത് ഞങ്ങൾ സർക്കാർ നേരിട്ട് ഇതിലൊന്നും ഇടപെടാറില്ല. ദേവസ്വം ബോർഡാണല്ലോ ആത്യന്തികമായി ഇതൊക്കെ ചെയ്യേണ്ടത്. അത് അവരുടെ തീരുമാനമാണ്, ഞങ്ങളുടെതല്ല. ഞങ്ങൾ ഇടപെടില്ല കേട്ടോ. 2019 തീരുമാനം ആരുടേതായിരിക്കും? അല്ല, അത് ഞങ്ങൾ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ദേശ സിനിമയിൽ ഒരു വെളുപ്പാങ്കാലത്ത് അമ്പലത്തിൽ പോകാൻ ആരും ചോദിക്കുമല്ലോ, കല്യാണം കഴിക്കുന്ന ആരും പറയുമല്ലോ. അപ്പം പറയും ഞാൻ അപ്പം സഹാവ് എല്ലാം കഴിച്ചു. അല്ല എനിക്ക് അന്ന് അബദ്ധം പറ്റിപ്പോയാൽ ഞാൻ ഇപ്പൊ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അതിന്റെ വേറെ പതിപ്പാണത്. മൊത്തം കോമഡി. ഒരു കാലത്ത് നമ്മുടെ പക്ഷെ ചേട്ടൻ ആലോചിച്ച് നോക്കണം, ഈ PR സ്റ്റണ്ടിന്റെ ഒരു ഭാഗമായി തന്നെയാണ് വന്നത്. കാര്യം സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കണം എന്നുള്ളത് ഒരു ഗതികേടിന്റെ ഭാഗമായിട്ട് വന്നതാണ്. കാരണം ഇലക്ഷൻ ഡിക്ലറേഷന് മുൻപ്, അതായത് ഇലക്ഷന് മുൻപേ തന്നെ അത് നടപ്പിലാക്കേണ്ടത്, അതായത് ഈ സർക്കാർ തന്നെ ഇത് കൊടുത്തിരിക്കണം എന്നുള്ളതായിരുന്നു. അപ്പം എന്താ പറയാ, പിടിച്ചയാളെ കൊണ്ട് തന്നെ പാമ്പിനെ കൊണ്ട് വിഷം ഇറപ്പിക്കുക, അതേ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഇവര് തന്നെ പറഞ്ഞു, ഇവര് തന്നെ പിൻവലിച്ചു. അപ്പോൾ എന്തിനായിരുന്നു ഈ പാവം പിടിച്ച കനകദുർഗയെയും അല്ലെങ്കിൽ ബിന്ദു അമ്മണിയെ പോലുള്ള ആളുകളെയൊക്കെ പോയി വേഷം കിട്ടിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. അല്ല, മനജയെ പോയി യുക്തിവാദിയാണ്. ഞാൻ ദൈവവിശ്വാസിയാണ്. വിശ്വാസം എന്നുള്ളതല്ല എൻ്റെ ഒരു നിലപാട്. എന്താണെന്ന് വെച്ചാൽ അയ്യപ്പൻ പറഞ്ഞു ഏതായാലും നീയൊക്കെ ഇതും കൂടെ തീർത്തിട്ട് പോയാൽ മതിയാണെന്ന് പറഞ്ഞു. അതിനാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം നീയൊക്കെ കാണിച്ച വൃത്തിയാണ്. ഇനിയിപ്പോൾ അടുത്ത് ഭരണം കിട്ടൂലെന്ന് ഏതാണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ മനസ്സ് വെച്ചാൽ കിട്ടുമായിരിക്കും. അതല്ല കോൺഗ്രസ്സുകാരെ മനസ്സ് വെച്ചില്ലെങ്കിൽ ഇനി ആർക്കും ഭരണമില്ല. അപ്പം എന്തായാലും കുറെ വൃത്തികേട് കാണിച്ച് ഞങ്ങളെ കുറെ പണിയെന്ന് ഇനി അവസാനം ഒന്ന് പെൻഡിങ് ഉണ്ടായിരുന്നു. ഇതും കൂടെ തീർത്തിട്ട് പോയാൽ മതി എന്ന് പിന്നെ ശാസ്ത്രവതായിട്ട് പറഞ്ഞു പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെ തോന്നുന്നതിൽ ഞാൻ തെറ്റ് പറയുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ തോന്നലുകളൊക്കെ ആവാം. എന്തായാലും ഇതിനെ ഏത് തരത്തിലാണ് ഇവിടുത്തെ അവരുടെ സൈദ്ധാന്തിക നേതാക്കൾ ഇപ്പോൾ സംസാരിക്കണമെന്ന് ഗോവിന്ദൻ മാഷാണ്. ഗോവിന്ദൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത്
പി രാജീവാണ് അത്രയും സൈദ്ധാന്തിക ഭാഷയിൽ സംസാരിക്കുന്നത്. രാജീവ് ഇതൊക്കെ എങ്ങനെ പറഞ്ഞു ഒപ്പിക്കും എന്നുള്ളതാണ് എന്റെ ഒരു ആശങ്ക. പ്രതിക്രിയാവാദികളും മറ്റെന്തോവാദികളും വിഘടനവാദം നമ്മളെല്ലാം അന്തർധാര അങ്ങനെ പറഞ്ഞാൽ മതി, ആർക്കും മനസ്സിലാവത്തില്ല. മനസ്സിലാകരുത്. അപ്പം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. യഥാർത്ഥത്തിൽ ഇവർക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ 2019 ഇവരിത് തിരുത്തണമായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്തു. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ സത്യത്തിൽ ചേട്ടാ ഈ ഹിന്ദു വോട്ട് ബാങ്ക് ആണ് CPM-ന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി, ഏറ്റവും വലിയ ഭൂരിപക്ഷ മതപാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അവർ പക്ഷേ ഈ 2019 എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ? കാര്യം അവർ പോലും വിചാരിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ശബരിമലയ്ക്ക്, സത്യത്തിൽ ശബരിമലയൊന്നും ഒരു വലിയ സംഭവം അതിന് വിശ്വസിക്കുന്നുണ്ട്. മണ്ഡലകാലമുണ്ട്, അതിന് പ്രാധാന്യമുണ്ട്. ഒരു സീസൺ ആകുമ്പോൾ ധാരാളം ആളുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നതിനേക്കാൾ ഉപരിയായി ഒരു കേരളത്തിന്റെ പൊളിറ്റിക്സിലേക്ക് ഈ മതത്തെ കൊണ്ട് പ്രതിഷ്ഠിച്ചാൽ ഒരു പ്രധാന ഉത്തരവാദിത്തം CPM-നുണ്ട്. അവരാണ് നശിപ്പിച്ചുകൊണ്ട്. ഇപ്പോഴല്ല, പണ്ട് പോലെ പാർട്ടിക്കകത്തുണ്ട്. ഈ കോൺഗ്രസ് ഗ്രൂപ്പ് കളിയേ ഉള്ളൂ. CPM ജാതി കളിയാണെന്ന് പറയും പണ്ട് പോലെയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞുള്ള തർക്കങ്ങളാണ്. അതായത് അതായത് മതവും രാഷ്ട്രീയവും വ്യത്യസ്തമായി നിൽക്കണം എന്നുള്ളതാണ് സെക്കുലറിസം എന്ന് പറയുന്നത്. പക്ഷേ ഈ സെക്കുലറിസത്തിനെ റീഡിഫൈൻ ചെയ്യും, പുനർവ്യാഖ്യാനം ചെയ്യുകയും പൂർണ്ണമായും അർത്ഥത്തിൽ ഈ ഹിന്ദു മത വർഗീയതയെ പ്രീണിപ്പിച്ച് അതിനെ നശിപ്പിച്ചത് സത്യത്തിൽ CPM ആണ് എന്നുള്ളതാണ്. സത്യത്തിൽ ഏറ്റവും സെക്കുലറായി നിൽക്കുന്ന മനോഹരമായ ആളുകളാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് കേരളത്തിൽ. മനുജ ഇതിന് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. എം സുകുമാരൻ എഴുതിയ ശേഷക്രിയ എന്ന നോവലുണ്ട്. അത് CPM-ൽ അന്ന് നടന്ന 70കളിൽ നടന്ന 70കളുടെ നടന്ന പ്രശ്നങ്ങളാണ് വരുന്നത്. വളരെ രസകരമാണ്. സിനിമയൊക്കെ ആയിരുന്നു കേട്ടോ പണ്ട്. സിനിമയൊക്കെയപ്പോൾ തിയേറ്റർ കാണിക്കാൻ CPM-കാർ സമ്മതിച്ചില്ല. തിയേറ്ററിൽ അവിടെ നിന്ന് നാട്ടുകാർ അടിച്ചോടിച്ചു. അപ്പം ഈ ശേഷക്രിയയിൽ വളരെ രസകരമായ ചില സംഭാഷണങ്ങളുണ്ട്. ഈ പാർട്ടിയിൽ നടക്കുന്ന ജാതി തർക്കം, അപ്പോൾ ഇതിൽ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്നു എന്നാണ് സങ്കല്പം പോലെ തോന്നുന്നു. അപ്പോൾ ഒരു ഈഴവ സമാജത്തിൽപ്പെട്ട നേതാവ്, ഒരു നായർ സമാജത്തിൽപ്പെട്ട നേതാവ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ജാതിക്കാരാണ് ഈ പാർട്ടി ജില്ലയിൽ വളർത്തിയെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു വിഭാഗം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രം കുഞ്ഞയ്യപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. അദ്ദേഹം ദളിത് ഭാഗത്തുപ്പെട്ട ഒരാളാണ്. അപ്പം രണ്ടുപേരും ചോദിക്കും, ഇത് എൻ്റെ ആദ്യപ്പെട്ട ആളാണോ താനെന്ന് ചോദിക്കും. അപ്പോൾ അയാളല്ല, രണ്ടുപേരും പറയുന്നുണ്ട്. രണ്ടുപേരത്തി ആളല്ല എന്ന് പറയും. അത് കഴിയുമ്പം ഈ കുഞ്ഞയ്യപ്പൻ്റെ ചിന്തയാണ്, ഈ വർഗ സമരത്തിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് പണ്ടുപോലെ അവിടെ ഉള്ളതാണത്, മനസ്സിലായി. അപ്പം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. വികസനം സംസാരിക്കാം, രാഷ്ട്രീയം സംസാരിക്കാം, ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്നിടത്ത് മതം ഒരു പ്രധാന വിഷയം, ചർച്ചാ വിഷയമാക്കിയതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം ഇവിടുത്തെ CPM-നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു വശത്തു കൂടി അങ്ങ് നടന്നു പോയേനെ. ഇതിൽ വലിയ വിഭാഗ്യത കൊണ്ടുവന്നു. NSS-ഉം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിലുള്ള വർഗീയ സംസാരങ്ങൾ കേരളത്തിലുണ്ടായി. എന്താ പറയുക, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശയുള്ള ആളുകളെ കൊണ്ട് മലപ്പുറം വിദ്വേഷിച്ചു. സത്യത്തിൽ വെള്ളാപ്പള്ളി പറയുന്നത് പിണറായി പറയാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ പറയിപ്പിക്കുക. അത്തരത്തിൽ ഒരു വർഗീയതയുടെ ഒരു പരിസരം ഇവിടെ കൊണ്ടുവന്നു. നമ്മൾ നോക്കൂ, വെള്ളാപ്പള്ളി നടേശനാണ് അന്ന് മതിൽ കെട്ടാനും മറ്റേ അതിനൊക്കെ നവോത്ഥാനം ആളിപ്പം പറയാണ് ഇനി തൊട്ട് ഇവിടെ ആചാരം പാലിക്കണം. എങ്ങനെ ഇത് പറയുമെന്നോ, അതാണ് എനിക്കതൊക്കെയാണ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇത്തരത്തിലുള്ള ഈ മതവർഗീയത സംസാരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിലേക്ക് ഒരു വലിയ പോളറൈസേഷൻ ഇവിടേക്ക് കൊണ്ടുവരാൻ ഈ പിണറായി സർക്കാരിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ആകെത്തുകയിൽ ഒരു നോക്കുന്ന സമയത്ത്. അതിന് ഈ പ്രധാനമായിട്ടും 2019 തീരുമാനത്തിനൊരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഇത് മാറ്റുമ്പോൾ ഇത് വരുത്തി വെച്ച ഈ വലിയ വിന, അതായത് ഈ നാടിനോട് ചെയ്തിട്ടുണ്ടായ ഈ വലിയ ഈ ഒരു എന്താ പറയാ കുറ്റകൃത്യം, ഒരു ക്രിമിനൽ ഒഫൻസ് പോലെ നടത്തിയതിനെ എന്ത് പാപപരിഹാരം ഇവർ ചെയ്യും? പാപപരിഹാരം ചെയ്യാൻ പറ്റില്ല. കാരണം CPM എല്ലാ കാര്യങ്ങളും ആദ്യം എന്താണോ പറഞ്ഞ് പിന്നെ മാറ്റി പറയും. അത് അവരുടെ രീതിയാണ്. മാറ്റി പറയും. ഞാൻ പറഞ്ഞില്ല, പ്രിഡിഗ്രി ബോർഡിനെ സമരം ചെയ്തവർ അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ +2 ഡീലിംഗ് ചെയ്ത് വേറെ കൊണ്ടുപോയി. നമ്മൾ സമയമില്ലാത്തതാണ്. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ പ്രതിപക്ഷത്തിരിക്കും, ലാപ്ടോപ്പ് തൂക്കണം നടക്കുന്നത്. അപ്പൊ ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ആളൊക്കെ പറയാം എനിക്ക് അന്ന് അറിഞ്ഞുകൂടായിരുന്നല്ലോ എന്ന് പറയാം, കുറ്റസമ്മതം നടത്താം, പറയാച്ചതം പറയാം. ഇത് അങ്ങനെയൊന്നും അല്ല, പിന്നെ അന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാം. അപ്പൊ ഇതാണ് ഇവരുടെ രീതി. അപ്പൊ എന്തായാലും സർക്കാർ ഇനിയിപ്പം ആചാരത്തിന് വേണ്ടി ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ആചാരക്കാരെ കണ്ട് നമുക്ക് ഇനി ഭാവി തലമുറ
എന്ത് പറയുന്നു എന്ന് നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി വിട്ടു നോക്കാം.